സ്മൂത്ത്. ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഹെൽമെറ്റ് നോക്കുന്നതെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട സേഫ്റ്റിയൊക്കെ നമ്മുടെ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതും കൂടാണ്. വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് ഫീച്ചർ പാക്ഡ് ഹെൽമെറ്റ് ആണിത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സേഫ്റ്റി സൺഡേസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 3000 രൂപ വരെ ബഡ്ജറ്റിൽ ഒരു നല്ല ഹെൽമെറ്റ് നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു ഹെൽമെറ്റാണ് ആക്സിസിൻ്റെ സെഗ്മെൻറ്റ് സീരീസ് ഹെൽമെറ്റ്സ്. അത് ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ MD എന്ന് പറയുന്ന പ്രീമിയം ഹെൽമെറ്റിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ ക്വാളിറ്റി ഹെൽമെറ്റ്സ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസിൻ്റെ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്ന മോഡൽ ഓഫ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ അങ്ങ് റിവീൽ ചെയ്യാം. 3000 രൂപ ഞാൻ ആദ്യം പറഞ്ഞത് 2880 രൂപയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ MRP എന്ന് പറയുന്നത്. കടകളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനാവും ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ കിട്ടുന്നത്. ഒരുപാട് വെറൈറ്റി ഗ്രാഫിക്സ് ആൻഡ് കളർ ഓപ്ഷൻസിൽ ഈ ഒരു ഹെൽമെറ്റ് അവൈലബിൾ ആണ്. അപ്പം അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, അതായത് സേഫ്റ്റി വൈസ്, ഇതിൻ്റെ വെയിറ്റ് വൈസ് ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ ഒരു ഹെൽമെറ്റ് എടുത്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അത് വേണ്ട, ലാസ്റ്റ് പറഞ്ഞാൽ കുന്നം കട്ട് ചെയ്തേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോളി കാർബണേറ്റ് ഷെല്ലാണ് വരുന്നത്. അതേപോലെ തന്നെ DOT ആൻഡ് ISI സർട്ടിഫിക്കേഷൻസ് ഈ ഒരു ഹെൽമെറ്റിന് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് എടുത്ത് പറയേണ്ടതാണ്. 1450 ഗ്രാംസ് മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ ഫുൾ ഫേസ് ഹെൽമെറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ലൈറ്റ് ഹെൽമെറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിനെ വിശേഷപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു എയറോ ഡൈനാമിക് ആൻഡ് സ്പോർട്ടി ഡിസൈനാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുറച്ച് സ്ലീക്ക് ആയിട്ട് തോന്നും. സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എയറോ ഡൈനാമിക് കർവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയത്താണെങ്കിലും നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിന് വന്നിരിക്കുന്നത്. പെയിൻറ്റ് ജോബ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നല്ല ആ ഒരു ഗ്ലോസി ഫിനിഷിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ പെയിൻറ്റൊക്കെ തന്നെ നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. മാറ്റ് ഫിനിഷിൽ നമുക്ക് ഹെൽമെറ്റ് അവൈലബിൾ ആണ്. വൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു പോളി കാർബണേറ്റ് വൈസറാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്വിക്ക് റിലീസ് മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് സ്വോപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വൈസർ വെക്കാനോ ഒക്കെ തന്നെ സാധിക്കും. അത് നമുക്ക് നോസ് വിൻഡ് ഡിഫ്ലക്ടർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നോസ് വിൻഡ് ഡിഫ്ലക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് വൈസർ ഫോഗപ്പ് ആവാൻ ചാൻസ് കുറവാണ്. ഇനി അങ്ങനെ ആയാൽ തന്നെ നമുക്കിതിൽ പിൻലോക്ക് റെഡി ആയിട്ടുള്ള വിൻഡ് വൈസറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ പിൻലോക്ക് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതും കൂടെയാണ്. അകത്തെ പാഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി അലർജറ്റിക്, റിമൂവബിൾ ആൻഡ് വാഷബിൾ ആയിട്ടുള്ള പാഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആൻഡ് കുഷൻഡ് പാഡിംഗ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇത് കിട്ടുന്നത്. ഒരു ഗ്രേ പ്ലസ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഇതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റനിങ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് റിലീസ് മെക്കാനിസം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ട്രാക്കിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രാക്കിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഡബിൾ ഡീറിങ് അത്യാവശ്യമാണ്. പക്ഷേ ആ ഡബിൾ ഡീറിങ് ഇതിലില്ല. ബട്ട് ഒരു ഡെയിലി യൂസ്, നമ്മുടെ നോർമൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഹെൽമെറ്റ് നോക്കുന്നതെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട സേഫ്റ്റിയൊക്കെ നമ്മുടെ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതും കൂടാണ്. ഇവിടെ ഒരു ചിൻ കട്ടൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഹെൽമെറ്റിൻ്റെ ഫിസിക്കൽ ഓവർ യൂസ് എന്ന് പറയുന്നത്. ഇനി വെന്റിലേഷൻ സിസ്റ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ചിൻ ഏരിയയിൽ 2 കൊണ്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാവുന്നത്. നൈസ്, സ്മൂത്ത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിലും നമുക്ക് 2 വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് അതിൻ്റെ എക്സോസ്റ്റും കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ഷെൽ സൈസസിലൊക്കെ തന്നെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ ഹെഡ് സൈസ് കറക്റ്റ് മെഷർ ചെയ്തിട്ട് ആക്സിസിൻ്റെ സൈറ്റിലുള്ള സൈസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് വെച്ച് എക്സ്പീരിയൻസ് തന്നെ എടുക്കുക. അപ്പോൾ രണ്ടാമത് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം ആദ്യമായിട്ടൊരു ഹെൽമെറ്റ് എടുക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ വാങ്ങുക. ഇനി അതല്ല, നിങ്ങൾ മൾട്ടിപ്പിൾ ഹെൽമെറ്റ്സ് നിങ്ങളുടെ പ്രീവിയസ് കാലയളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിനും തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ ഈ ഓരോ ഗ്രാഫിക്സിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ആക്സിസ് സെഗ്മെൻറ്റ് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷനാണ്. ഈ കാണുന്ന മാറ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ കളർ എന്ന് പറയുന്നത് ആക്സിസ് സെഗ്മെൻറ്റ് നൗ എന്ന് പറയുന്ന ഒരു കളറാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ഗ്രാഫിക്സ് ആൻഡ് കളർ എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസ് സെഗ്മെൻറ്റ് ക്രോക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഇങ്ങനെ പല കളർ ഓപ്ഷൻസിനനുസരിച്ച് പല പല പേരുകളാണ് അവർ ഈ ഒരു മോഡൽസിനൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ പേരുകളിലെയും കളറിലെയും വ്യത്യാസം അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ എല്ലാ ഹെൽമെറ്റിനും സിമിലറാണ്. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ 3000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് ഫീച്ചർ പാക്ഡ് ഹെൽമെറ്റാണിത്. ഡബിൾ വൈസർ സിസ്റ്റം ഒന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അത് നമുക്ക് ഈ ഒരു പ്രൈസിൽ അധികം അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഹെൽമെറ്റിൻ്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഹെൽമെറ്റ് തന്നെ ഇത് പറയാം. കാരണം അകത്തെ പാഡിങ്സ് ആണെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ഷെല്ലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആക്സിസ് സെഗ്മെൻറ്റ് സീരീസ് ആരെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ യൂസർ സൈഡ് ഒപ്പീനിയൻ എന്നുള്ളത്. ഇതൊരു പുതിയ മോഡലോ ബ്രാൻഡോ അല്ല, വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. ഒരുപാട് ഹെൽമെറ്റ്സ് വിറ്റ് പോയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വാങ്ങാൻ പോകുന്നവർക്ക് അത് വഴി വളരെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പായിരിക്കും. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എല്ലാ സ്റ്റോർസിലും അവൈലബിൾ ആണ്. അപ്പോൾ സേഫ്റ്റി സെൻ്ററുടെ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയ ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സേഫ്റ്റി സെൻ്റർ വീഡിയോസ് നമ്മൾ എല്ലാ സൺഡേസിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മറക്കാണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഡു സബ്സ്ക്രൈബ് ടു us ആൻഡ് സപ്പോർട്ട് us. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സേഫ്റ്റി ഗിയറുമായിട്ട് കാണുന്നവരെ